മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഈ ഫാമിലി കൗൺസിലിങ്ങിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദമ്പതികൾ തമ്മിൽ ഉണ്ടാവേണ്ട വളർത്തുന്ന സ്നേഹത്തെ പറ്റിയാണ്. ഒരാൾ മറ്റേയാളെ വളർത്തുക ആവശ്യമാണ്. അത് തിരുക്കുടുംബത്തിൽ ഇത് നമ്മൾ നന്നായി കാണുന്നു. ലൂക്കായുടെ സുവിശേഷം 2:48 മാതാവിൻ്റെ ചോദ്യം, നിൻ്റെ പിതാവും ഞാനും നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നല്ലോ. ആ ടെൻഷൻ കൊണ്ട് ഓടി വന്ന്, നീ എവിടെ പോയി കിടക്കുമായിരുന്നു, എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാവുന്ന ഒരു രംഗമാണ്. പക്ഷെ അവിടെയും പിതാവിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നിൻ്റെ പിതാവും ഞാനും നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു പറയാൻ, അത് വളർത്തുന്ന സ്നേഹത്തിൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ കാണുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അത് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ വളർത്തുന്ന സ്നേഹം പല വിധത്തിലാണ്. ശാരീരികമായ വളർത്തൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട്. അപ്പന്മാർ പണിയെടുത്ത് പൈസ കൊണ്ടിരുന്നു, അമ്മ അത് ആക്കിഴിച്ച് കൊടുക്കുന്നു, ദാറ്റ്സ് ഓക്കെ. എന്നാൽ പ്രധാനമായിട്ടും മാനസികമായിട്ട് വളർത്തുന്ന ഒരു സ്നേഹം. ലൂക്കാസ് സുവിശേഷം 1:42-43 എലിസബത്ത് അമ്മ സ്വീകരിക്കുകയാണ്, അമ്മയെ സ്വീകരിക്കുകയാണ്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. അത് വളരെ വളർത്തുന്ന സ്നേഹം. ഒരാൾ നമ്മുടെ വീട്ടിൽ വരുമ്പം, എത്ര നാളായി കണ്ടിട്ട്, ഞങ്ങൾ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് സന്തോഷമായി. അതേസമയം നമ്മൾ വലിഞ്ഞേറി വരുന്നുണ്ട് എന്നിട്ട് ഇരുന്നാലോ അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ വളർത്തുന്ന സ്നേഹമാണ് നമ്മൾ ബൈബിൾ കാണുന്നത്. മാനസികമായിട്ട് മറ്റുള്ളവരെ വളർത്തുവാനായിട്ട് സാധിക്കണം എന്ന് ഓർമ്മിക്കണം. ആത്മീയമായി വളർത്തുന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ആത്മീയമായ കാര്യങ്ങൾ, ഒരു നല്ല കാര്യങ്ങൾ ഭർത്താവ് ചെയ്തു അല്ലെ ഭാര്യ ചെയ്തു, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അല്പം ഞാൻ പറഞ്ഞത് വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കണം. അല്പം മലയാളികൾക്ക് കുറവുള്ള ഒരു സംഗതിയാണ്. ഒരു നല്ല കാര്യം കണ്ടാൽ അത് എടുത്തു പറയത്തില്ല, ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അതല്ലേലും അങ്ങനെ ആ കാര്യത്തിന് എടുക്കുക. അല്ലെങ്കിൽ ഭക്ഷണം അവളോ എക്സ്പേർട്ടാണ്, അതറിയാൻ ഉള്ളിലുണ്ട്, പക്ഷെ ഒന്നും എടുത്ത് പറയത്തൊന്നുമില്ല. അങ്ങനെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡായിട്ട് വിടാതെ അതൊന്ന് എടുത്തു പറഞ്ഞ് വളർത്തുന്നത് വളരെ നല്ലതാണ്. വളർത്തുമ്പോൾ കൂലി പ്രതീക്ഷിക്കരുത് എന്നുകൂടെ ഞാൻ ചേർത്ത് പറയാൻ പോവുകയാണ്. ചിലപ്പോൾ നമ്മൾ വളർത്തുമ്പോൾ കൂലി പ്രതീക്ഷിക്കും. ഭാര്യ ഒരു നല്ല വാക്ക് ഭർത്താവിനോട് പറയുമ്പം അത് ഞാൻ ഇങ്ങോട്ടൊരെണ്ണം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നിരാശയാവും, വിഷമമാവും. അത് വേണ്ട, കൂലി ദൈവം തന്നോളും. എനിക്കവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് മോശയുടെ കാര്യമാണ്. പുറപ്പാട് പുസ്തകം 2:9 നമ്മൾ കാണുന്ന ഒരു രംഗം നമുക്കെല്ലാം അറിയാം. മോശ ജനിച്ചപ്പം ജീവിക്കാൻ മാർഗമില്ലായിരുന്നു. നൈൽ നദിയിലൂടെ ഒഴുകി രാജ്ഞി കണ്ട് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് അന്തഃപുരത്തിൽ ചെല്ലുന്നു. അവിടെ ഈ കൊച്ചിനെ വളർത്താനുള്ള തീരുമാനമൊക്കെ എടുത്തു. അപ്പോഴാണ് തോഴിച്ചെടുത്ത് ചോദിച്ചത്, ഇതിനെ വളർത്താനുള്ള വല്ല നിൻ്റെ കയ്യിലുണ്ടോ? അതിനിപ്പോൾ എന്നെ എടുക്കുന്നു. അത് സാരമില്ല, ഇപ്പോൾ ഈയിടെ പ്രസവിച്ച ഒത്തിരി അമ്മച്ചിമാർ തൊഴിലില്ലായ്മയായിട്ട് നാട്ടിലുണ്ട്. കാരണം കുഞ്ഞുങ്ങളെല്ലാം മഹാരാജാവ് കൊന്നു കളഞ്ഞല്ലോ. അതുകൊണ്ട് അതിലൊരെണ്ണത്തിനെ പിടിച്ച് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ നീ തന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. നേരെ പോയി തോഴി വിളിക്കുന്നത് മോശയുടെ സ്വന്തം അമ്മയാണ്. ഈ അമ്മയുടെ കയ്യിലേക്ക് ഈ കുഞ്ഞിനെ കൊടുത്തിട്ട് ഈ രാജ്ഞി പറയുന്ന വാക്ക്, അതാ പുറപ്പാട് 2:9, നീ ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ടി വളർത്തുക, ശമ്പളം ഞാൻ നിനക്ക് തരാം എന്നാണ് പറയുക. ഞാൻ പറയുന്നത് അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം ഓരോ മക്കളെയും മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ട് പറയുന്നത്, എനിക്ക് വേണ്ടി ഇതിനെ വളർത്തുക, കൂലി ഞാൻ നിനക്ക് തരാം. പിള്ളേരിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചിരിക്കുന്ന പല മാതാപിതാക്കളും നിരാശപ്പെടാറുണ്ട്. അതുപോലെ ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. നമ്മൾ സ്നേഹം കൊടുക്കുക, വളർത്തുക, കൂലി തരുന്നവൻ ദൈവമാണ്. അതിൽ സംതൃപ്തി അടയണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള പലരും കേട്ടിരിക്കുന്ന ഒരു സംഭവമാണ്, നമ്മൾ ചെറുപ്പകാലങ്ങളിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പിന്നീട് ദൈവം കരുതി വെച്ച് പ്രതിഫലം നൽകുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. ഈ കുറുപ്പന്തറ കവലയിൽ ഒരിക്കൽ
ഒരു കാളവണ്ടി വന്ന കാര്യം പറയാറുണ്ട്. കാളവണ്ടി വന്ന് നേരം പരുപര വെളുക്കുമ്പോഴാണ്, പണ്ട് കാലത്താണ് കാളവണ്ടിയെ സാധനങ്ങൾ കയറ്റുന്ന കാലമാണ്. ഈ കാള ഇടിച്ചൊരാൾ താഴെ വീണു. എല്ലാവരും കൂടെ ആക്രോശിച്ച് ആറാ നീ കാള ഇടിപ്പിച്ചെന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. ഉടനെ ചേട്ടൻ ആകപ്പാടെ വിഷമായി. കാളവണ്ടിക്കാരൻ ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പം പറഞ്ഞു, ആ ഇടിപ്പിച്ചിട്ട് കയറിയിരിക്കുകയാണ്, ഇറങ്ങട എന്ന് പറഞ്ഞു. പുള്ളി താഴോട്ട് ഇറങ്ങി. ഉടനെ അവിടെ അറിയപ്പെടുന്ന ഒരു റൗഡി സെൻട്രൽ ജയിലിൽ നീയുടെ പുറത്ത് വന്നതാണ്. പുള്ളിക്ക് വന്നതെന്ന് പറഞ്ഞു, ആഹാ കാള ഇടിപ്പിച്ചു താഴെ ഇറങ്ങി നിൽക്കുകയാണ്, കയറ വണ്ടിയിലിട്ടെന്ന് പറഞ്ഞു. അയ്യോ, ചേട്ടൻ വിചാരിച്ച റൗഡി പറയുന്നത് കേൾക്കാം, ജനക്കൂട്ടത്തേക്കാൾ ശക്തി റൗഡിക്കുക. അതുകൊണ്ട് ഇയാൾ തിരിച്ച് കയറിയിരുന്നു. ഉടനെ കാളവണ്ടിയിലോട്ട് ഈ റൗഡി കയറിയിട്ട് പറഞ്ഞു, മാറിയിടാ എന്ന് പറഞ്ഞ് ഡ്രൈവറുടെ സീറ്റ് ഇരുന്നിട്ട് കാളവണ്ടി തെളിയിച്ചിട്ട് ആളുകളോട് പറഞ്ഞു, ഇവൻ്റെ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ ആ വീണയാളിനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകണം. എന്നാലും എല്ലാവരും ഓർത്ത് ഇവൻ വണ്ടിയോടെ ഇട്ട് ചേട്ടനെ കൂടെ കത്തിക്കും. അത്രയ്ക്ക് ദുഷ്ടനാണ്. കുറേ അങ്ങോട്ട് ചെന്ന് കാഞ്ഞിരമറ്റം കവല ചെന്നപ്പം ഈ റൗഡി ചേട്ടനോട് ചോദിക്കുക, ചേട്ടൻ എന്നെ അറിയുമോ? ചേട്ടൻ മനസ്സിലോർത്ത് ഇവനെ അറിയാത്ത ആരായിരിക്കുന്നത്, വലിയ റൗഡിയല്ല. ചേട്ടാ, പണ്ട് ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് ചേട്ടൻ വന്നു. ചേട്ടൻ കൈ കഴുകാൻ വന്നപ്പം എച്ചിലിലകളുടെ ഇടയിലിരുന്ന് ഇഡ്ഡലി കഷ്ണങ്ങൾ പെറുക്കി തിന്ന ഒരു തെണ്ടിച്ചെറുക്കിനെ ചേട്ടൻ ഓർക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞൊന്നും ഓർക്കുന്നില്ല. ചേട്ടൻ ഓർക്കത്തില്ല. ചേട്ടനെ ഒത്തിരി പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അന്ന് എടാ നിന്നെപ്പോലൊരു മോൻ എനിക്ക് കൊണ്ടുവരാ എന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഇഡ്ഡലി വയറ് നിറച്ച് തന്നു. ചേട്ടനെ എനിക്ക് മറക്കാൻ പറ്റുകയില്ല. ചേട്ടനോട് അന്ന് മുതൽ നന്ദി പറയണമെന്നൊക്കെ എനിക്കുണ്ട്, പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല. ഇതൊരു അവസരമായിട്ട് ചേട്ടനെ അവിടുന്ന് രക്ഷിച്ചെടുക്കാനാണ് ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ചേട്ടൻ ഇതുവഴി മാൻവട്ടത്തിന് പൊക്കോ, ഇനി 2 ആഴ്ചത്തേക്ക് ചന്തയിൽ വരണ്ട കേട്ടോ, ഞാൻ ചേട്ടനെ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞോളാം, ചേട്ടൻ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഈ റൗഡി ഇറങ്ങി നടക്കുകയാണ്. ഈ ചേട്ടൻ അവിടെ ഇരുന്ന് കരയുകയാണ്. പണ്ടങ്കാണ്ട് ചെയ്ത ഒരു കൊച്ചു സൽപ്രവൃത്തിക്ക് ദൈവം കരുതി വെച്ച് ഒരു റൗഡിയെ കൊണ്ട് നന്ദി പറയിപ്പിക്കുന്ന ഒരനുഭവം. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് ദൈവം തീർച്ചയായിട്ടും പ്രതിഫലം തരും. അതുകൊണ്ട് ദൈവത്തിലുള്ള പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയാനാണ് പരിശ്രമിക്കുന്നത്. ഈ വളർത്തുന്ന സ്നേഹം കൊടുക്കുവാൻ കുടുംബത്തിലെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് കിടക്കാം. ഇന്നത്തെ ആദ്യത്തെ കത്ത് ആരുടേതാണ്? അച്ഛ, ഇത് കോട്ടയത്ത് നിന്നും ടോമിച്ചൻ എഴുതുന്ന കത്താണ്. അച്ഛ, എൻ്റെ മകൻ +2 പഠിക്കുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ ദൈവവിശ്വാസമില്ലാതെയാണ് പെരുമാറുന്നത്. പള്ളിയിൽ പോകില്ല. പറയുന്നതെല്ലാം യുക്തിവാദികളെ പോലെയാണ്. ദൈവമുണ്ടെന്ന് തന്നെ അവന് വിശ്വാസമില്ല. ഞങ്ങളോടും അവൻ്റെ അധ്യാപകരോടും അവൻ വാദിക്കാറുണ്ട്. അവൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുവാൻ ഞങ്ങൾക്കാവുന്നുമില്ല. അവൻ്റെ അമ്മയും ഞാനും ഞങ്ങളാവും വിധം ഉപദേശിച്ചു. അവനൊന്നിനും വഴങ്ങുന്നില്ല. ഇത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ മനോവിഷമമുണ്ട്. യുക്തിവാദ ചിന്തയുമായി നീങ്ങുന്ന അവൻ്റെ മാനസാന്തരത്തിനായി ദയവായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളിനി എന്തു ചെയ്യണം? ആവശ്യമായവ പറഞ്ഞു തരണമേ. തീർച്ചയായിട്ടും ടോമിച്ചൻ്റെ വിഷയം ഞാൻ മനസ്സിലാക്കുന്നു. മകൻ നിരീശ്വര യുക്തിവാദ ചിന്തകളുമായി നീങ്ങുന്നുള്ള വിഷമം എനിക്ക് ശരിക്കറിയാം. ഒരപ്പനും അമ്മയ്ക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. റോമ 1:21 മുതൽ 22 വരെ വാക്യങ്ങൾ പറയുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വലിയ വിപത്തിലേക്കാണ് മകൻ വീണുപോയതിൽ തീർച്ചയായിട്ടും സങ്കടമുണ്ട്. ഇന്ന് ഒത്തിരി പേര് വീഴാത്ത, പണ്ടൊക്കെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനെയുള്ളൊരു കുറവാണ്. എങ്കിലും നമ്മുടെ ഈ മകൻ അതിലേക്ക് വീണിരിക്കുകയാണ്. സങ്കീർത്തനം 53:1 പറയുന്നുണ്ട്, ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഭോഷത്തരമാണെന്ന് ഒരുപക്ഷെ ആ മകന് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഗാന്ധിജി പറയുന്നു, ഈശ്വര വിശ്വാസമില്ലായ്മ നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥ പോലെ അപകടകരമാണ്. ഈശ്വരവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ തന്നെ വിശ്വാസമില്ല എന്നാണ് ഗാന്ധിജിയുടെ വളരെ നല്ലൊരു ചിന്തയായിട്ട് എനിക്ക് മനസ്സിലാവുകയാണ്.
തിരിച്ചുവരവിൻ്റെ ധാരാളം സാക്ഷ്യങ്ങളുണ്ട് ടോമിച്ച. അതാ എനിക്ക് ടോമിച്ചോട് പറയാനുള്ളത്. ധാരാളം പേര് തിരിച്ചു വരുന്നുണ്ട് ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ. അതുകൊണ്ട് പ്രതീക്ഷിക്കുകയുണ്ടെന്നാണ് ഞാൻ കൊണ്ടുവരുന്നത്. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ ചിന്ത വെച്ച് പുലർത്തുന്നെങ്കിൽ അത് എത്രമാത്രം മൗഢ്യമാണെന്ന് തിരിച്ചറിയണം എന്നെനിക്ക് എല്ലാവരോടും പറയാനുണ്ട്. ടോമിച്ച അവരെന്തോ സ്വാധീനത്തിൽപ്പെട്ടതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആരുടെയൊക്കെ സുഹൃത്തുക്കളുടെ സ്വാധീനത്തിൽപ്പെട്ടതാകാം. അതിനാൽ എനിക്ക് പറയാനുള്ളത്, ഒരു നല്ല കൗൺസിലിങ്ങിനെ പ്രേരിപ്പിക്കുക. അവനൊന്ന് ഹൃദയം തുറക്കട്ടെ, അവനെല്ലാം അങ്ങ് പറയട്ടെ. അത് അവനെ ഒത്തിരി സഹായിക്കും. ടോമിച്ചൻ പ്രാർത്ഥന തുടരുക. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഇതേക്കുറിച്ച് എൽസ എന്താ പറയുക? സാധാരണ അമ്മയിൽ നിന്നുമാണ് ദൈവവിശ്വാസം മക്കൾക്ക് ലഭിക്കുന്നത്. ഈ മകനിപ്പോൾ +2 പഠിക്കുകയാണ്. അപ്പോൾ മകന് അതിനെപ്പറ്റി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള പ്രായമായി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ പരിഹാരം കിട്ടും എന്നാണ് എൻ്റെ ഒരു തോന്നൽ, വിശ്വാസം. അപ്പം മകന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പരിഹാരത്തിലേക്ക് വരാൻ പറ്റും, അത് സാധിക്കും എന്നുള്ളതാണ് എൽസായുടെ ഒരു ബോധ്യം. അല്ലാതെ പുള്ളിയെ പ്രായമായല്ലോ ഇനി വെറുതെ വിട്ടാക്കാം അങ്ങനെ ചിന്തയില്ലല്ലോ. പെട്ടെന്ന് ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ +2 ഒക്കെ ആയില്ലേ എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഇനി വിട്ടേക്ക് എന്ന് പറയുക കുഴപ്പമില്ല. ഒരു ജപമാല പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കണം എന്നുള്ള ചിന്തയാണ് എൽസായ്ക്കുള്ളത്. ഇതേപ്പറ്റി അലക്സ് എന്ന് പറയുന്നു. ഞാനിപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്, പണ്ട് കാലങ്ങളിൽ ഡിവൈൻ ധ്യാനത്തിന് ഞാൻ ധ്യാനം കൂടാൻ സമയത്ത് ആകുലനാകരുതേ മകനെ അസ്വസ്ഥനാകരുതേ ആധിലായുസിനെ നീട്ടാനാകുമോ നരനുലകിൽ. ഇത് മത്തായി 6:27 ഇങ്ങനെ പറയുന്നത്. അത് ആകുലപ്പെട്ട് ഇങ്ങനെ മാതാപിതാക്കൾ ആകുലപ്പെട്ട് കഴിഞ്ഞാൽ ആകുലപ്പെട്ട് തന്നെ അങ്ങനെ പോകാനല്ലാണ്ട് അതിൽ നിന്നും മോചനം കിട്ടില്ല. ആകുലത എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ ആകുലത ഈശോയിൽ നിന്നും അത് രണ്ടുപേരും കൂടി മാതാപിതാക്കൾ കരം കോർത്ത് തന്നെ പ്രാർത്ഥിച്ച് അവനെ ശക്തിപ്പെടുത്തണം. പിന്നെ സാധിക്കുന്ന സമയങ്ങളിലൊക്കെ പരിശുദ്ധ ഖുർആൻ ഇപ്പോൾ എല്ലായിടത്തും നിത്യാരാധന ചാപ്പലുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈശോ നമ്മളെ വേണ്ടി കാത്തിരിക്കുകയാണ്, നിത്യവും കാണാനായിട്ടും നമ്മളുടെ ആവലാദികൾ കേൾക്കുവാൻ വേണ്ടിയും നന്ദി കേൾക്കാൻ വേണ്ടിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നു. പക്ഷേ ആരും അതിൻ്റെ ഫ്രണ്ടിൽ കൂടി പോയാലും കൂടി തിരിഞ്ഞു നോക്കാറില്ല. അപ്പോൾ രണ്ടുപേരും കൂടി നിത്യാരാധന ചാപ്പലിൽ ഒരു അരമണിക്കൂർ ആഴ്ചയിലൊരിക്കലെങ്കിലും ഒന്ന് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് അതിൽ നിന്ന് പിന്തിരിയാനുള്ള ശക്തി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ദൈവാശ്രയബോധം, ഇവർക്ക് ഈ മാതാപിതാക്കൾക്ക് ദൈവാശ്രയബോധം എപ്പോഴും ഉറപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവ കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ അതും ഓർക്കുന്നത്, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ഈ ഒരു ഗാനശകലവും ഞാൻ ഓർക്കുന്നത് എന്ന് പറഞ്ഞാൽ തിരക്തത്തിൻ്റെ സംരക്ഷണം എപ്പോഴും ഈ കുടുംബത്തിൽ വേണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അലക്സിൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലൂടെ തന്നെ, എന്നാൽ കുറച്ചുകൂടെ അസ്വസ്ഥതകൾ മാറ്റി ആകുലതകൾ മാറ്റിയിട്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ ഭംഗിയാകും എന്നുള്ളതാണ് അലക്സ് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ടോമിച്ച അസ്വസ്ഥപ്പെടാതെ തമ്പുരാനിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനയാകുന്ന വലിയ ആയുധം കയ്യിലെടുത്ത് ഇതിനെതിരെ യുദ്ധം ചെയ്യുക. അച്ഛൻ പറഞ്ഞതുപോലെ സാധിക്കുമെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് അതിനെ പ്രേരിപ്പിക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളാം. നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കാം അല്ലേ? ഈ കത്ത് ഏറ്റുമാനൂരിൽ നിന്ന് സിസിലിയാണ് എഴുതുന്നത്. അച്ഛ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 33 വർഷമായി. ഞങ്ങളുടെ മൂത്ത മകൻ ഒരു ജോലിക്ക് പോകാനോ പള്ളിയിൽ പോകുവാനോ താല്പര്യമില്ലാതെ നീങ്ങുകയാണ്. അവനിപ്പോൾ 30 വയസ്സ്. ഇടയ്ക്ക് ചെറിയ ജോലിക്ക് പോയാലും
വീണ പരിക്കുമൂലം തിരിച്ചു വരും. എൻ്റെ ഭർത്താവ് മദ്യപാനം മൂലം കുടുംബത്ത് സ്വസ്ഥത തരുന്നില്ല. ജോലിക്ക് പോയാലും കാശ് തരികയില്ല. അദ്ദേഹത്തിനും ജോലിക്ക് പോകാനും പള്ളിയിൽ പോകാനും മടിയുണ്ട്. ഞങ്ങളുടെ കുടുംബത്ത് ഇങ്ങനെ വരുവാൻ എന്താണച്ചാ കാരണം? ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്നുപോലും ഞാൻ സംശയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന സഹായം അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും റോസ്ലി ഞാൻ മനസ്സിലാക്കുന്നു. മകനും ഭർത്താവും ജോലിക്ക് പോകാൻ മടിയായി കഴിയുമ്പോൾ ഒരു വീട്ടമ്മയുടെ വിഷമം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്ന ചിന്ത ഇവിടെ ഞാൻ കാണുന്നുണ്ട്. അത് വാസ്തവത്തിൽ ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ചിന്തകളിലേക്ക് പോകരുത്. ഇത് സാധാരണ അലസത തന്നെയാണ്. ഇതിനെ നാം അഭിമുഖീകരിക്കണം. മനുഷ്യന് ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയായത് ആരാണ്ട് ചെയ്തതാണ്, എനിക്ക് പോകാൻ പറ്റിയില്ല. ഭർത്താവ് കുടിക്കുക, ആരാണ്ട് ഏതാണ്ട് ചെയ്തതാണ്, ഭർത്താവിനും കുഴപ്പമില്ല കാരണം കുടിക്കാം, നമ്മുടെ കുഴപ്പമല്ലോ നീ വേറെ ആരാണ്ട് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ തലയിൽ കയറ്റി വയ്ക്കണ്ട എന്ന് മനസ്സിലാക്കുക. 2 തെസ്സലോനി 3:10-12 വരെ വാക്യങ്ങൾ പറയുന്നുണ്ട്. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ, ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. അപ്പോൾ ആദിമ സമൂഹത്തിലും ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നു എന്നുള്ളതിനൊരു സൂചനയാണ് അവിടെ നമ്മൾ കാണുന്നത്. വിശുദ്ധനായ ചാവറയച്ചൻ പറയുന്നുണ്ട്, മടി മഹാന്മാർക്ക് ചേരില്ല, വീടും കുടിയുമില്ലാത്തവരാണ് അലസരായിരിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ അലസത കൈവെടിയുക, അതാണ് പ്രധാനപ്പെട്ടത്. തോമസ് കാർലൈൻ പറയുന്നു, അലസൻ നിത്യനിരാശനായിരിക്കും. സിസിലിയോട് എനിക്ക് പറയാനുള്ളത്, അന്ധവിശ്വാസങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവരെ 2 പേരെയും ഒരു കൗൺസിലിങ്ങിനായി, തുടർന്ന് ഒരു ധ്യാനവും കൂടട്ടെ, അതിനെ പ്രേരിപ്പിക്കുക. ഒരിക്കലും ആരോ ഏതാണ്ട് ചെയ്തതാണെന്ന് പറയരുത്. അവർക്കതൊരു എക്സ്ക്യൂസ് ആയിത്തീരും. ആരാണ്ട് ചെയ്താകട്ടോ എന്നും പറഞ്ഞ് അവരവിടെ ഇരുന്നോളും. അതവർക്ക് കൂടുതൽ എളുപ്പമാക്കും. അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ദൈവം സഹായിക്കും. ആത്മാർത്ഥമായി അവർക്കായിട്ട് എനിക്ക് പറയാനുള്ളത്, സിസിലി അമ്മച്ചി പ്രാർത്ഥിക്കണം. ഞങ്ങളും തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അലക്സിന് എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? കുടുംബത്തിൻ്റെ റോൾ മോഡൽസ് മാതാപിതാക്കളാണ്. അപ്പം മാതാപിതാക്കൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെയാണ് അവരുടെ ചിന്തകളെന്നെല്ലാം അവർ പെട്ടെന്ന് ഒപ്പിയെടുക്കും. പെട്ടെന്ന് നെഗറ്റീവ് സൈഡൊക്കെ അവർ പെട്ടെന്ന് ക്യാച്ച്. അത് മലയാളികളുടെ ഏറ്റവും വലിയ ട്രെൻഡാണ്, മോശം ഭാഗം ഏറ്റെടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മാതാപിതാക്കളെ അവൻ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മോശം പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ അമ്മച്ചിയാണ് എഴുതിയിരിക്കുന്നത്, അമ്മച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പച്ചൻ്റെ വിശേഷമൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ പിതാവിനെ കണ്ടാണ് ആൺമക്കൾ വളരുന്നത്. അപ്പോൾ അപ്പച്ചനെ കണ്ടാണ് അവൻ വളരുന്നത്. അപ്പോൾ അപ്പച്ചനെല്ലാം കുറച്ചും കൂടി കയറ് വെട്ടും എന്ന് പറഞ്ഞാൽ അപ്പരെ വെട്ടുമെന്നും പറഞ്ഞ് പണ്ടത്തെ ഫ്രേസ് ഉണ്ട്. അപ്പോൾ അത് ടൈപ്പ് മിക്കവാറും പിന്നെ ഇവരുടെ ഭാര്യയുടെ ഒഴിവാക്കി നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവിൻ്റെയും മറ്റുള്ളവരുടെയും സ്ഥിതി ആലോചിച്ച് കഴിഞ്ഞാൽ കുർബാനയുടെയും കുർബാന സ്വീകരണത്തിൻ്റെയും കുമ്പസാരത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ കൂദാശ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇതിൽ കൂടുതൽ വഷളാകാണ്ടിരുന്നത് ഈ അമ്മച്ചിയുടെ പ്രാർത്ഥനയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവർക്കെതിരെ ആരെങ്കിലും പുറത്തു നിന്ന് ചെയ്താണെന്ന് അവർ സംശയിക്കുന്നത്. പക്ഷേ പുറത്തുനിന്നും ആരും ചെയ്യേണ്ട കാര്യമില്ല, കാരണം അവിടെ തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഇവരുടെ ഈ അമ്മച്ചിക്ക് കുറച്ചും കൂടി കഷ്ടപ്പാട് കൂടുതൽ കൊടുക്കുകയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക, ഇവർക്ക് ഒരവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി നിരന്തരം എന്തുമാത്രം പ്രാർത്ഥിക്കുന്നുവോ അത്രയും വിശദീകരണം നടക്കും. അപ്പോൾ അത് കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കും.
അവരെ നന്നാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുകയും ചെയ്യരുത്. ആരോടെങ്കിലും പറഞ്ഞ് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ആരെങ്കിലും പറഞ്ഞ് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ അതിൽ കൂടുതലാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഉപദേശിക്കാൻ പോകേണ്ട, അവർക്ക് വേണ്ടി മോണിക്ക പുണ്യവതിയെ പോലെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ അവരിൽ അതിൻ്റെ അളവ് കൂടും. അത് ഓട്ടോമാറ്റിക്കലി പൊങ്ങിയവർ വലിയ അവരുടെ ഈ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അലക്സിൻ്റെ അഭിപ്രായത്തിൽ റോൾ മോഡൽ ആയിരിക്കേണ്ട അപ്പൻ ദുർമാർഗത്തിലൂടെ പോകുന്ന ഒരു വലിയ പ്രശ്നമാണ്. എങ്കിലും തീർച്ചയായിട്ടും അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട സിസിലി. പിന്നെയോ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ രണ്ട് പേരുടെയും മനസാന്തരം സിസിലിലൂടെ സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. അതിലൂടെ കാര്യങ്ങൾ ഭംഗിയാകും എന്നാണ് അലക്സ് സൂചിപ്പിക്കുക. ഇനി എൽസ എന്ന് പറയുന്നതിനെ പറ്റി? എനിക്ക് ഈ കത്ത് വായിച്ചിട്ട് ഇവരനുഭവിക്കുന്ന വിഷമം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം ഞാനൊരു ധ്യാന ഗുരുക്കന്മാരിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത്, പെണ്ണുകുട്ടികൾ അമ്മയെ അനുകരിച്ചു, ആൺകുട്ടികൾ അപ്പനെ അനുകരിച്ചുമാണ് വളരുന്നതെന്നാണ്. അപ്പോൾ ഈ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഈ മകനിൽ പരിശുദ്ധാത്മാവും അപ്പനിലും പരിശുദ്ധാത്മാവും നിറയാൻ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കണം. എനിക്ക് അത്രയും. അപ്പം എൽസ പറയുന്നത് വാസ്തവത്തിൽ എലക്സ് പറഞ്ഞതിനോട് ചേർത്ത് തന്നെയാണ്. റോൾ മോഡലായിരിക്കേണ്ട അപ്പൻ റോൾ മോഡലാകാത്തത് ഇവിടെ ഒരു വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് പരിഹാരമായിട്ട് സിസിലിയോട് എൽസയ്ക്ക് പറയാനുള്ളത് പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥിക്കുക, അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വളരെ സ്നേഹത്തിൽ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങൾ കാണുമെന്നേ, വളരെ സ്നേഹത്തിൽ ഇടപെട്ട് ഒരു കൗൺസിലിങ്ങിനായിട്ട് രണ്ടുപേരെയും കൊണ്ടുപോകണം. അമ്മച്ചി ഏതായാലും ഇത്രയും ത്യാഗം എടുക്കുന്നു. അവർ കാര്യമൊക്കെ മദ്യപാനമുണ്ട്, വിഷമമൊക്കെ ഉണ്ടെങ്കിൽ പോലും, അലസത ഉണ്ടെങ്കിൽ തന്നെ ഒരു കൗൺസിലിങ്ങിനായിട്ട് സ്നേഹത്തിൽ കൊണ്ടുപോവുക. അതുവഴി ഒരു ധ്യാനത്തിലേക്കും കൂടെ നയിക്കുവാണെങ്കിൽ കാര്യങ്ങൾ മെച്ചമാകും. ചേട്ടും സിസിലിയുടെ പ്രാർത്ഥനയും ഞങ്ങളും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാം ഭംഗിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കൊന്ന് ചേർന്ന് ഈ കുടുംബത്തെ സമർപ്പിക്കാം, അല്ലേ? നല്ലവനും സ്നേഹധീയമായ തമ്പുരാനെ, ഞങ്ങളിന്ന് അങ്ങയുടെ മുമ്പാകെ സമർപ്പിച്ച ടോമിച്ചിൻ്റെയും സിസിലിയുടെയും കുടുംബങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. ആ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും നൽകണമേ. കർത്താവേ, ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വേദനകളും അറിയുന്നവൻ അങ്ങാണ്. ഞങ്ങളെക്കാളേറെ അതിൻ്റെ മൂലകാരണങ്ങൾ അറിയുന്നവൻ അങ്ങ് തന്നെയാണ്. അങ്ങ് ആ മൂലകാരണങ്ങളെ സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ. പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തിന് പൂർണ്ണമായും അങ്ങിലേക്ക് രൂപാന്തരപ്പെടുവാനിടയാക്കണമേ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും സദാ പരിഹരിക്കും ദൈവമേ. ആ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ആ കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കണമേ. ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ നിമിഷം അങ്ങ് കരനീട്ടി അനുഗ്രഹിക്കണമേ. രക്ഷയുടെ പാതയിലേക്ക് എല്ലാ കുടുംബങ്ങളെയും നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com